ഹലോ ഗൈസ്, ഒട്ടും പരിചയമില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ. എവിടെയാണ് നിങ്ങൾ? ഞങ്ങൾ ചെന്നൈ. എങ്ങോട്ട് പോവാനേ ഒരുങ്ങിക്കെട്ട് നിക്കുന്നേ? ഞങ്ങൾ കുറച്ച് ഭക്തി മാർഗത്തിലാണ്, അതുകൊണ്ട് രാവിലെ അമ്പലത്തിൽ പോകുമ്പോ. ഓ ആ രണ്ടാമത് പറഞ്ഞായിരുന്നു പറയേണ്ടത്. എവിടെയാണ് അപ്പൊ അതിന് പോന്നേ? മൈലാപ്പൂർ. അങ്ങനെ ഞങ്ങൾ മൈലാപ്പൂരിലേക്ക് പോവാണ്. ഇവിടുത്തെ ഓട്ടോ റൈഡ്സ് ആണ് ഏറ്റവും സൂപ്പർ. മുടിയൊന്നും മാറ്റി വെച്ചാൽ വീഡിയോ നന്നായി കിട്ടിയേനെ. ഞങ്ങൾ ആദ്യം വന്നത് കപാലീശ്വര ടെമ്പിളിൽ തന്നെയാണ്. അപ്പോൾ അകത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഇതാണ് അമ്പലം. ഇപ്പോൾ ഇവിടെ മറ്റേ നവരാത്രി സീസണും കൂടെ ആയതുകൊണ്ട് ഫുൾ മറ്റേ ഈ ഗോലു അങ്ങനെയുള്ള കാര്യങ്ങളാണ് മൊത്തം. സമയം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് വിശപ്പിൻ്റെ നല്ല ഉൾവിളി വന്നപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ള നിത്യാമൃതമിൽ പോയി കഴിക്കാനായിട്ട്. പക്ഷെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് തീർന്നത് കാരണം ഞങ്ങൾ പിന്നെ അടുത്ത് കണ്ട് രത്ന കഫേയിൽ പോയി. ഇത് ഇവിടെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഉണ്ണി വട കഴിച്ചു തുടങ്ങി ഗൈസ്. എങ്ങനെയുണ്ട് ഉണ്ണി വട? നല്ല സാമ്പാർ. ഫസിന് ഇഷ്ടമായോ? മൈലാപ്പൂർ വന്നിട്ട് മൈലാപ്പൂർ ഫിൽട്ടർ കോഫി കുടിക്കാതെ എങ്ങനെയാണ് പോകുന്നത്? അപ്പോൾ നല്ല അടിപൊളി ഫിൽട്ടർ കോഫി ഒക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ചാന്ദി കോഫി എങ്ങനെയുണ്ട്? ചാന്ദി കുടിച്ചു നോക്കിയില്ല, ഭയങ്കര ചൂടാണ്. പിന്നെ മൈലാപ്പൂർ ഫിൽട്ടർ കോഫി ആവുമ്പോൾ ഡൗൺ ദ മെമ്മറി ലൈൻ ആണോ? ഇതെന്നൊരു വികാരമാണ്. ഈ കോഫി പ്രതീക്ഷിച്ച് ഞാൻ കേരളത്തിലെ കടകളിൽ പോയി കോഫി ചോദിക്കാറുണ്ട്. ബ്രൂ കോഫി കിട്ടി പണി വാളാറുണ്ട്. മൈലാപ്പൂർ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡായിട്ട് വരുന്നത്. ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫുൾ ഇങ്ങനെ സൈഡിൽ സിൽക്ക് സാരി കടകളാണ്. നമ്മൾ ഈ കാഞ്ചീപുരത്തൊക്കെ പോകുന്ന പോലെ കാണാൻ പറ്റും. ഈ ശ്രീ കർപ്പകാംബ, പിന്നെ അവിടെ ഒരു രാശി സിൽക്സ് ഉണ്ട്. അത് ഇവിടുത്തെ ഭയങ്കര ഫേമസാണ്. ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഇവിടെയും കൂടെ ഇരുന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു.